ഏവർക്കും CSEB റാങ്ക് ഹോൾഡറിൻ്റെ പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കോർപ്പറേഷനിലെ 20 പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് പറയുന്നത്. ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുൻപ് കോഓപ്പറേറ്റീവ് ബാങ്ക് എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള എല്ലാ ചോദ്യങ്ങളും ഞങ്ങളിവിടെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ PSCയിൽ നിന്ന് വരുന്ന ഏറ്റവും പുതിയ വാർത്തകളും നമ്മൾ ഏറ്റവും ആദ്യം തന്നെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഞങ്ങളിടുന്ന വീഡിയോസ് കാണുന്നതിനായി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്നുകൂടി ക്ലിക്ക് ചെയ്യുക. എങ്കിൽ ക്ലാസ്സിലേക്ക് കടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ദി കോഓപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ഇൻ ഇന്ത്യ ഈസ് എ ഡാഷ് മൂവ്മെൻറ്റ്. ആൻസർ: ഗവൺമെൻറ് സ്പോൺസേർഡ് മൂവ്മെൻറ്റ്. ദി കോഓപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ഇൻ ഇന്ത്യ ഈസ് എ ഗവൺമെൻറ് സ്പോൺസേർഡ് മൂവ്മെൻറ്റ്. Second question. Dash is considered to be the father of cooperative movement in India. ഉത്തരം: ഫെഡറിക് നിക്കോൾസൺ. Dash is considered to be the father of cooperative movement in India. ഫെഡറിക് നിക്കോൾസൺ ആണ് ഉത്തരം. Third question. The establishment of Dash is an example of inter-cooperative relationship in India. Answer: IFCO. The establishment of IFCO is an example of inter-cooperative relationship in India. അതായത് ഇന്ത്യയിലെ പരസ്പര സഹകരണ ബന്ധത്തിൻ്റെ ഒരു ഉദാഹരണമാണ് IFCO എന്ന സ്ഥാപനം. നാലാമത്തെ ചോദ്യം. HUDCO was established under Companies Act 1956 in Answer: 1970. HUDCO was established under Companies Act 1956 in year 1970. അഞ്ചാമത്തെ ചോദ്യം. ജാഗൃതി ഈസ് എ വിജിലൻസ് ന്യൂസ് ലെറ്റർ പബ്ലിഷ്ഡ് ബൈ ആൻസർ: HUDCO. ജാഗൃതി ഈസ് എ വിജിലൻസ് ന്യൂസ് ലെറ്റർ പബ്ലിഷ്ഡ് ബൈ HUDCO. ആറാമത്തെ ക്വസ്റ്റ്യൻ. ഹൂ ഹാസ് സജസ്റ്റഡ് ദി നെയിം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ടു അവർ സെൻട്രൽ ബാങ്ക്? ആൻസർ: ഹിൽട്ടൺ യങ്. ഹൂ ഹാസ് സജസ്റ്റഡ് ദി നെയിം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ടു അവർ സെൻട്രൽ ബാങ്ക്? ഹിൽട്ടൺ യങ്. ഏഴാമത്തെ ക്വസ്റ്റ്യൻ. കോഓപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ഇൻ ഇന്ത്യ ബുക്ക് റിട്ടൺ ബൈ? ആൻസർ: E.M. ഹോഗ്. കോഓപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ഇൻ ഇന്ത്യ ബുക്ക് റിട്ടൺ ബൈ E.M. ഹോഗ്. ഫസ്റ്റ് കോഓപ്പറേറ്റീവ് ലെജിസ്ലേഷൻ ഇന്ത്യ വാസ് പാസ്ഡ് ഇൻ ദ ഇയർ? ആൻസർ: 1904. ഫസ്റ്റ് കോഓപ്പറേറ്റീവ് ലെജിസ്ലേഷൻ ഇന്ത്യ വാസ് പാസ്ഡ് ഇൻ ദ ഇയർ 1904. ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ. NCCF stands for? Answer: National Cooperative Consumer Federation. NCCF stands for National Cooperative Consumer Federation. 10th question. Which committee recommended the formation of State Bank of India? Answer: All India Rural Credit Survey Committee. Which committee recommended the formation of State Bank of India? All India Rural Credit Survey Committee. 11th question. National Agriculture Credit Stabilization Fund has to be constituted by? Answer: RBI. National Agriculture Credit Stabilization Fund has to be constituted by RBI. അതായത് നാഷണൽ അഗ്രികൾച്ചർ ക്രെഡിറ്റ് സ്റ്റെബിലൈസേഷൻ ഫണ്ട് രൂപീകരിച്ചത് RBI ആണ്. 12ാമത്തെ ചോദ്യം. നെയിം ഓഫ് ദി ഫസ്റ്റ് കോഓപ്പറേറ്റീവ് ഹൗസിംഗ് സൊസൈറ്റി എസ്റ്റാബ്ലിഷ്ഡ് അറ്റ് മുംബൈ ഇൻ 1905? ആൻസർ: സരസ്വത് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി. നെയിം ഓഫ് ദി
ഫസ്റ്റ് കോപ്പറേറ്റീവ് ഹൗസിംഗ് സൊസൈറ്റി എസ്റ്റാബ്ലിഷ്ഡ് അറ്റ് മുംബൈ ഇൻ 1905? സരസ്വത് ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി. ഇനി 13ാമത്തെ ക്വസ്റ്റ്യൻ. ദി റോയൽ കമ്മീഷൻ ഓഫ് 1926 was popularly known as? Answer: Hilton Young Commission. The Royal Commission of 1926 was popularly known as Hilton Young Commission. 14ാമത്തെ ക്വസ്റ്റ്യൻ. Which committee report is known as Magna Carta of Cooperative Movement in India? Answer: All India Rural Credit Survey Committee. Which committee report is known as Magna Carta of Cooperative Movement in India? Answer: All India Rural Credit Survey Committee. 15th question. One man, one vote principle was recommended by? Answer: McLagan Committee. One man, one vote principle was recommended by McLagan Committee. 16ാമത്തെ ക്വസ്റ്റ്യൻ. ഹെഡ്ക്വാർട്ടേഴ്സ് ഓഫ് ഇന്ത്യൻ ഫാർമേഴ്സ് ഫെർട്ടിലൈസർ കോപ്പറേറ്റീവ് ഇഫ്കോ ഈസ് അറ്റ്? ആൻസർ: ന്യൂഡൽഹി. ഹെഡ്ക്വാർട്ടേഴ്സ് ഓഫ് ഇന്ത്യൻ ഫാർമർ ഫെർട്ടിലൈസേഴ്സ് കോപ്പറേറ്റീവ് ഈസ് അറ്റ് ന്യൂഡൽഹി. ലീഡ് ലിങ്ക് സ്കീം ഓർ റൂറൽ കൺസ്യൂമർ സ്കീം വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ 1976 by dash to develop cooperative infrastructure and discipline in retail trade in rural areas. ക്വസ്റ്റ്യൻ ഒന്നുകൂടി ആവർത്തിക്കാം. ലീഡ് ലിങ്ക് സ്കീം ഓർ റൂറൽ കൺസ്യൂമർ സ്കീം വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ 1976 by dash to develop cooperative infrastructure and discipline in retail trade in rural areas. ഉത്തരം: നാഷണൽ കോപ്പറേറ്റീവ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ NCDC. അതായത് ഗ്രാമീണ മേഖലയിലെ ചില്ലറ വ്യാപാരത്തിൽ സഹകരണ ഇൻഫ്രാസ്ട്രക്ചറും അച്ചടക്കവും വികസിപ്പിക്കുന്നതിനായി 1976 NCDC ലീഡ് ലിങ്ക് സ്കീം അല്ലെങ്കിൽ ഗ്രാമീണ ഉപഭോക്തൃ പദ്ധതി അവതരിപ്പിച്ചു. ഇനി 19ാമത്തെ ക്വസ്റ്റ്യൻ. ഹൂ വാസ് ദി ഫസ്റ്റ് പ്രസിഡന്റ് ഓഫ് നാഷണൽ ഡയറി ഡെവലപ്മെൻറ്റ് ബോർഡ് NDDB? ആൻസർ: വർഗീസ് കുര്യൻ. ഹൂ വാസ് ദി ഫസ്റ്റ് പ്രസിഡന്റ് ഓഫ് നാഷണൽ ഡയറി ഡെവലപ്മെൻറ്റ് ബോർഡ് NDDB? വർഗീസ് കുര്യൻ ആണ് ഉത്തരം. 20ാമത്തെ ക്വസ്റ്റ്യൻ. കോപ്പറേറ്റീവ് വീക്ക് സെലിബ്രേഷൻ were started in India in the year? Answer: 1954. Cooperative Week celebration were started in India in the year 1954. ഇന്നത്തെ കോർപ്പറേഷനിലെ ചോദ്യോത്തരങ്ങളുടെ ക്ലാസ് ഇവിടെ പൂർണ്ണമാവുകയാണ്. ചാനലിൽ എല്ലാ വിധമുള്ള വീഡിയോസും നമ്മൾ ഇടുന്നുണ്ട്. കോർപ്പറേഷനിലെ പ്രീവിയസ് ചോദ്യപേപ്പർ മുതൽ ഓഡിറ്റിംഗ്, ബാങ്കിങ്, അക്കൗണ്ട്സ് തുടങ്ങി എല്ലാ സബ്ജക്റ്റുകൾ തിരിച്ചും ഉള്ള ചോദ്യങ്ങളും, അതുമാത്രമല്ല കോർപ്പറേഷന് 10 മാർക്ക് വീതം ചോദിക്കുന്ന ഇംഗ്ലീഷ്, മാത്സ്, GK തുടങ്ങിയ ഭാഗങ്ങളിൽ നിന്നും നമ്മൾ ക്ലാസ്സുകൾ എടുക്കുന്നുണ്ട്. കൃത്യമായി തന്നെ ക്ലാസ്സുകൾ ഫോളോ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി വരുന്ന എക്സാമിന് നമുക്ക് നല്ലൊരു മാർക്ക് വാങ്ങാൻ കഴിയും. അതുകൊണ്ട് തന്നെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തോളൂ. ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ. എങ്കിൽ അടുത്ത ക്ലാസ്സിൽ ഏവരെയും കാണാം. നന്ദി.